ബീഹാറിൽ RJD കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് 2025 വരും എന്ന് തന്നെയാണ് ആഭ്യന്തര സർവേയിൽ വ്യക്തമാക്കുന്നത്. അതായത് 243 സീറ്റുകളുള്ള ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകളാണ്. ഇക്കുറി മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് കോൺഗ്രസും RJDയും തന്നെയായിരിക്കും. ഇടതുപക്ഷ മുന്നണിക്ക് പ്രാതിനിധ്യമുള്ള മേഖലയിൽ പോലും ഒരുപക്ഷെ അവർക്ക് പകരം കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല ദേശീയ രാഷ്ട്രീയത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യവും. എന്നാൽ CPIML കുറച്ച് സീറ്റുകൾ കൊടുത്തേക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കോൺഗ്രസിനാകട്ടെ മദൻ മോഹൻ ഝാ അടക്കമുള്ള നേതാക്കൾ RJDക്ക് വേണ്ടി കൃത്യമായി തന്നെ ശക്തമായി പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും അവരോടൊപ്പം തന്നെ നിന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉള്ളതുകൊണ്ട് അവരെ കൃത്യമായും പരിഗണിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ലോക്സഭയിലേക്ക് കോൺഗ്രസിന് 10 സീറ്റുകൾ വരെ നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തു തന്നെ ആയിരുന്നാലും കോൺഗ്രസ് അക്ഷരം പ്രതി അവരോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ NDA മുന്നണിയിൽ പൊട്ടലും ചീറ്റലും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഐക്യ ജനതാദളിന് 16 സീറ്റുകൾ നൽകാനാവില്ല എന്ന് BJP ശക്തമായി പറഞ്ഞതോടുകൂടി അവിടെ അസ്വാരസ്യം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജതൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, അതുപോലെ തന്നെ പശുപതി പാരസിൻ്റെ LJP തുടങ്ങിയ പാർട്ടികൾക്കെല്ലാം തന്നെ കൂടുതൽ സീറ്റ് വേണം എന്നാണ് പറയുന്നത്. പശുപതി പാരസിന് 6 അല്ല 8 സീറ്റുകൾ വേണമെന്നതും അതുപോലെ ജതൻ റാം മഞ്ചിക്ക് 2 ലോക്സഭാ സീറ്റുകൾ വേണമെന്നതും BJPയെ പ്രതികൂല സാഹചര്യത്തിലേക്ക് ആഴ്ത്തുകയാണ്. അതുകൂടി പരിഗണിച്ചാൽ ഐക്യ ജനതാദളിന് അവിടെ സീറ്റുകളുടെ എണ്ണം കുറയും. താരതമ്യേന വലിയ പാർട്ടി അല്ലാത്ത LJPക്ക് BJPയുടെ സഖ്യത്തിൽ ചേർന്ന് ഏറ്റവും വലിയ രണ്ടാം കക്ഷിയാകണം എന്നുള്ള ആഗ്രഹം പശുപതി പാരസ് നിലവിൽ പറഞ്ഞു. നമുക്കറിയാം, അന്തരിച്ച നേതാവായിട്ടുള്ള രാംവിലാസ് പാസ്വാന്റെ സഹോദരനാണ് പശുപതി കുമാർ പാരസ്. അദ്ദേഹത്തിന് ഹജിബോർ സീറ്റ് അടക്കം നിരവധി സീറ്റുകളിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് പിടക്കാൻ BJPക്ക് ഒരിക്കലും കഴിയില്ല. ഇതാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ.